ഹായ് ഗൈസ്, എന്നാൽ ഞാൻ എഗ് ബജ്ജി ഉണ്ടാക്കാമെന്ന് കരുതി. നല്ല മഴയാണ് ഇവിടെ, അപ്പോൾ ചൂടായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് ആലോചിച്ചപ്പോൾ എഗ് ബജ്ജിയുടെ കാര്യം ഓർത്തു. അപ്പോൾ ഇതിലോട്ട് കടലമാവും, കുറച്ച് മൈദ, കായം, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചേക്കണ ബാറ്ററാണിത്. പിന്നെ ഞാൻ മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട്. അവിടെ കണ്ടോ, മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോയിൽ ചെയ്ത എഗ്ഗ് 2 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാക്കാൻ വെച്ചു. മാവ് റെഡിയാണ്. അപ്പോൾ എല്ലാ സംഭവങ്ങളും റെഡിയാണ്. അപ്പോൾ ഇനി ഗൈസ്, അപ്പോൾ നമ്മൾ ആയത്തറ കൊണ്ടൊന്ന് വറുത്തെടുത്തു. അതായത് ഇങ്ങനെ പരീക്ഷിക്കണമല്ലോ ആദ്യം. അതായത് ഫസ്റ്റ് റൗണ്ടിൽ എനിക്ക് മനസ്സിലായി കുറേ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ വിട്ടു പോകുന്നുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഓരോന്ന് സ്പൂണിൽ വാരി ഇടാൻ തുടങ്ങി. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നോക്കാം ഗൈസ്. ഞാൻ കൂട്ടത്തിലൊരു ചട്നി പോലെ ഉണ്ടാക്കാൻ കരുതി. 2 സവാള അരിഞ്ഞിട്ടു, ഉപ്പിട്ടു, മുളക് പൊടി ഇട്ടു, അല്പം പഞ്ചസാര ഇട്ടു, പിന്നെ കുറച്ച് വിനാഗിരി, വെളിച്ചെണ്ണ ഇത്ര ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ അരച്ച് എടുക്കാൻ കരുതിയത്. ഇത് നമ്മുടെ പുതിയ ചായപത്രം കേട്ടോ. ഇത് ഞങ്ങൾ ഡിമാർട്ടിൽ പോയപ്പോൾ 279 രൂപയ്ക്ക് വാങ്ങിയ പാത്രമാണ്. നല്ല ഞങ്ങളുടെ പാത്രത്തിൻ്റെ ഈ പിടി പോയായിരുന്നു. അപ്പോൾ അത് വാങ്ങിയതാണ്. പിന്നെ ഇത് ഈ ഒരു സംഭവം ഇതിന്ന് വാങ്ങിയതാണ്. 69 രൂപയുടെ സാധനം ഇതിന്ന് വാങ്ങിയതാണ്. സംഭവം അടിപൊളിയാണ് കേട്ടോ. പാത്രമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. 279 രൂപയുടെക്കാളും കൂടുതലാണെന്ന് പറയുള്ളൂ. നന്നായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ എഗ് ബജ്ജി, കട്ടൻ കാപ്പി, ചമ്മന്തി എല്ലാം റെഡി ഗൈസ്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? നല്ലതാണോ? താങ്ക് യു.